ഹലോ, ഇന്ന് ഡീപ്പായിട്ടുള്ള ഒരു ഹെയർ ഓയിലിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. മാറി വരുന്ന ഇപ്പോഴത്തെ കാലാവസ്ഥയും ഭക്ഷണ രീതിയും എല്ലാം കൊണ്ട് തല ചൂടുപിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. മുൻകാലങ്ങളിലുള്ള ആളുകൾ നിത്യേന എണ്ണ തേച്ച് കുളിക്കുന്നവരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് തല സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. നമ്മുടെ തിരക്കുകൾക്കിടയിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ എണ്ണ തേച്ച് കുളിക്കുന്നത് ശരീരത്തിനും തലമുടിക്കും ഒരുപോലെ ഗുണം ചെയ്യും. ഒരു സ്റ്റീൽ തവി ഗ്യാസ് അടുപ്പിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം എനിക്ക് ആവശ്യമുള്ള ഹെയർ ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ ഒരിക്കലും ഡയറക്റ്റ് ചൂടാക്കരുത്. ചൂടായ തവിയിലോട്ടോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോട്ടോ ജസ്റ്റ് ഒഴിച്ചു കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇതിലോട്ട് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ പൊട്ടിച്ച് മിക്സ് ചെയ്ത് നമ്മൾ തേക്കുന്നതിലൂടെ ഇത് നമ്മുടെ തലമുടി നരയ്ക്കാതിരിക്കാനായിട്ട് സഹായിക്കും. അതായത് വൈറ്റമിൻ ഇയുടെ ഉപയോഗം തലമുടി നരയ്ക്കാതെ ഇരിക്കുവാൻ സഹായിക്കുന്നു എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതിന് തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ തലമുടി കുറെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ഒരു കണ്ടീഷണർ ഉപയോഗിച്ചിട്ട്. അത് പരിഹരിക്കുവാനായിട്ട് ഞാൻ കഞ്ഞിവെള്ളം ഉപയോഗിക്കുകയാണ് എന്ന്. കഞ്ഞിവെള്ളത്തിൽ തലമുടിയുടെ കേടുപാടുകൾ പരിഹരിക്കുവാൻ സഹായിക്കുന്ന ഇനോസിറ്റോൾ എന്ന ഘടകം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കഞ്ഞിവെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഏപ്രിൽ 23 മുതൽ ഏപ്രിൽ 26 വെള്ളിയാഴ്ച വരെ. അപ്പോൾ അടുപ്പിച്ച് 4 ദിവസം കഞ്ഞിവെള്ളം ഉപയോഗിക്കുമ്പോൾ ഞാൻ അധികം ഷാമ്പു ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അധികം ഹെയർ ഓയിലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ അടുപ്പിച്ച് കുറച്ച് ദിവസം ഉപയോഗിച്ചെങ്കിൽ മാത്രമാണ് കേട്ടോ ഈ കഞ്ഞിവെള്ളത്തിന്റെ ഗുണങ്ങൾ നമ്മുടെ തലമുടിക്ക് സ്കാൽപ്പിനും ഒക്കെ പൂർണ്ണമായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്ന് ഈ കഞ്ഞിവെള്ളത്തിന്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങളൊക്കെ തലയിൽ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും കഴുകി കളയാൻ വേണ്ടിയൊക്കെയാണ് കേട്ടോ. അതുപോലെ മുടിക്ക് നല്ല തിളക്കവും മിനുസവും ഒക്കെ കിട്ടുവാനും കൂടെ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഡീപ്പായിട്ടുള്ള ഒരു ഹെയർ ഓയിലിംഗ് ചെയ്യുന്നത്. അങ്ങനെ മുടിയുടെ ജടക്കെട്ടൊക്കെ മാറ്റിയതിന് ശേഷം നന്നായി എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ട് നമുക്കൊരു താളി ഉണ്ടാക്കി കൊടുക്കാം. ഈ താളി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപോലെ ഷാമ്പുവിന്റെ ഗുണവും ചെയ്യും, കണ്ടീഷണറിന്റെ ഗുണവും ചെയ്യും കേട്ടോ. ഒരു തണ്ട് കറ്റാർവാഴ കറ കളഞ്ഞ് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ആവശ്യത്തിന് ചെമ്പരത്തിയിലയും പൂവും എടുത്ത് അലക്കലിൽ ഓരച്ച് വെള്ളത്തിൽ ഞെവിടി പിഴിഞ്ഞ് അരിച്ചെടുത്ത് നമുക്ക് ഈ താളി ഉണ്ടാക്കിയെടുക്കാം. ഈ താളിയിൽ ചെമ്പരത്തിയിലയും പൂവും ചേർക്കുമ്പോൾ നമ്മുടെ തലമുടിയിലെയും സ്കാൽപ്പിലെയൊക്കെ ഈ എണ്ണയും മെഴുക്കും പൂർണ്ണമായിട്ട് മാറിക്കിട്ടും കേട്ടോ. കറ്റാർവാഴ ചേർക്കുന്നതിലൂടെ നമ്മുടെ തലമുടിക്ക് നല്ല മിനുസവും കിട്ടും, സ്കാൽപ്പിൽ ഈർപ്പം നിലനിർത്താനുമായിട്ട് നല്ലതാണ്. കണ്ടിങ്ങനെ ഒരച്ച് കഴുകുമ്പോൾ കറ്റാർവാഴയുടെ ജെല്ല് പൂർണ്ണമായിട്ടും നമുക്ക് കിട്ടും കേട്ടോ. അതിന്റെ തൊണ്ട് മാത്രമേ അവശേഷിക്കൂ. ഇതിൽ മുഴുവനും എടുത്ത് നമ്മുടെ തലമുടിയിലും സ്കാൽപ്പിലും ആദ്യമേ തേക്കരുത്. ഒരു പകുതിയോളം ഇതുപോലെ അടപ്പിന് ഹോളുള്ള ഒരു കുപ്പിയിലോട്ട് ഒഴിച്ചിട്ട് തേച്ചു കൊടുക്കാം. ഇതുപോലെ കുപ്പി ഉപയോഗിക്കുകയാണെങ്കിൽ ഹെയർ പാക്കുകളും താളിയും ഹെയർ ടോണിക്കുകളും ഒക്കെ ദേഹത്തൊന്നും വീഴാതെ നല്ല രീതിയിൽ സ്കാൽപ്പിലും തലമുടിയിലും നമുക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് സാധിക്കും. ഒരു 10 മിനിറ്റോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എങ്കിലേ ഈ കറ്റാർവാഴയുടെയും ചെമ്പരത്തിയുടെയും ഒക്കെ ഗുണങ്ങൾ നമ്മുടെ തലമുടിക്കും സ്കാൽപ്പിനും ഒക്കെ കിട്ടുകയുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന താളിയിലോട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഷാമ്പു ഏതാണോ, ആയുർവേദിക് ഷാമ്പു ആണ് നല്ലത്, 2-3 തുള്ളി ഒഴിച്ച് നന്നായി ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം തേച്ച് കുളിക്കുക കേട്ടോ. അങ്ങനെ എണ്ണയെല്ലാം പൂർണ്ണമായിട്ട് കഴുകി കളയുമ്പോൾ അന്നത്തെ ദിവസം തലമുടി കുറച്ച് ഡ്രൈ ആയിരിക്കും, എന്നാൽ അടുത്ത ദിവസം നല്ല തിളക്കവും മിനുസവും ഉള്ളതായിട്ട്. ഹെയർ ഓയിലിംഗ് ചെയ്തതിന് ശേഷം കഴുകി കളയാനായിട്ട് കെമിക്കലുകൾ അടങ്ങിയിട്ടുള്ള ഷാമ്പു മാത്രം ഉപയോഗിക്കാതെ കുറച്ചെങ്കിലും നമ്മൾ പ്രകൃതിദത്തമായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ തലമുടി ഡാമേജ് ആവുകയും പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾക്ക് ഉള്ള തലമുടി കുറഞ്ഞു പോകാതെ അതേ ഊളിയം നിലനിർത്തുവാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്